ഇന്ന് കേരളത്തിൽ ഈ ചർച്ചകളെല്ലാം, ഡ്രഗ്സിനെതിരായി നടക്കുന്ന ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ടത് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നത് അന്നു മുതലാണ്. ഞങ്ങൾക്ക് പേടിയാവുന്നു, ശരിക്കും എനിക്ക് പേടിയാവുന്നു വല്ലാതെ. ചുറ്റുപാടുകളും നോക്കുമ്പോൾ ചതിക്കുഴികൾ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി. അവരെ പിടിക്കാൻ വളരെ ചെറുപ്പത്തിൽ 7ാം ക്ലാസ് മുതൽ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചതിക്കുഴികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഡ്രഗ് മാഫിയയ്ക്ക് വേണ്ടി കൊലയ്ക്ക് കൊടുക്കാമോ? കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതിലേക്ക് പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യു ടേൺ പരിപാടി. അതിന് കഴിയും. ഇപ്പോൾ ഇവിടെ പാസ്റ്റർ 2 സാക്ഷ്യം പറഞ്ഞു, 2 സുഹൃത്തുക്കളുടെ കാര്യം. പ്രാർത്ഥന കൊണ്ട്, അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ട് ഈ വേണ്ടാത്തതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും, ഒരു സംശയം വേണ്ട. പ്രാർത്ഥന ശക്തിയാണ്. ആ ശക്തിയുടെ മുന്നിൽ ബാക്കി എല്ലാം പരാജയപ്പെട്ടു പോകും. ഇത് ദൈവവും സാത്താനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണ്. ദൈവം തോൽക്കില്ല, പ്രാർത്ഥന തോൽക്കില്ല, സാത്താൻ പരാജയപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ the most difficult challenge in our life is to find out the Christ in your mind. I think so. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലാത്തിലും സൊല്യൂഷനായി എന്നാണ് ഞാൻ കരുതുന്നത്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആളുണ്ട്, നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. ജോസഫ് എം സ്ക്രീവൻ എന്ന് പറയുന്ന ഒരാൾ. ഐറിഷ് വംശജനാണ്, കനേഡിയൻ സിറ്റിസണാണ്. അയർലൻഡിൽ ജനിച്ചു കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹത്തലേന്ന് ഈ പെൺകുട്ടി മുങ്ങി മരിച്ചു. നിരാശനായ ജോസഫ് നാടുവിട്ട് കാനഡയിലേക്ക് പോയി ചെറിയ ജോലിയെല്ലാം കണ്ട് വലിയ കഷ്ടപ്പാടോടുകൂടി ജീവിക്കുക. അതിനിടയിൽ അയാൾ പ്രാർത്ഥനയുടെ വഴി കണ്ടെത്തി. അമ്മ സുഖമില്ലാതെ കിടപ്പാണ് എന്നുള്ളൊരു വാർത്ത വന്നു അയർലൻഡിൽ നിന്ന്. പോകാൻ കയ്യിൽ പണമില്ല, ഒരു നിവൃത്തിയില്ല പോകാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഒരു 15 വരി കവിത കുറിച്ച് വെച്ചു. പ്രേ വിത്തൗട്ട് സീസിങ് എന്നാണ് അതിൻ്റെ പേര്. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനാണ് അതിൻ്റെ ഹെഡിങ്. അത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ജെയിംസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വന്ന് ഇത് കണ്ടു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ ചാൾസ് കൺവേഴ്സിനെ ഇത് ഏൽപ്പിച്ചു, ഈ വരികൾ. അദ്ദേഹം അതിന് സംഗീതം കൊടുത്തു. വാട്ട് എ ഫ്രണ്ട് ഇൻ ജീസസ് എന്ന തലക്കെട്ടോട് കൂടി, ഇൻ അവർ മൈൻഡ് എന്ന തലക്കെട്ടോട് കൂടി അതൊരു വലിയ സംഗീതമായി. ലോകത്തിലെ എല്ലാ ഭാഷകളിലും അത് സംഗീതമായി. ഇവിടുത്തെ സംഗീതജ്ഞരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പരിപാടി കഴിയുമ്പോൾ ആ പാട്ടൊന്ന് പാടണം. എല്ലാവർക്കും യേശു, നല്ല യേശു എന്ന് പറയുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ പാട്ട് ലോകത്തിൽ എല്ലായിടത്തും അത് പോയി, എല്ലായിടത്തും പോയി, അതിൻ്റെ സന്ദേശം പോയി. അത് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് കരുത്തു പകർന്ന ഒരു ഗാനമായിരുന്നു അതിലൂടെ ഉണ്ടായത്. നമ്മൾ ലോകത്തിലെ ചുറ്റുപാടുകളിലേക്ക് നോക്കണം. പ്രാർത്ഥന കൊണ്ടും കുടുംബം സ്നേഹത്തോടെ ചേർത്ത് നിർത്തി, ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹമാണ്, ചേർത്ത് നിർത്തിയത് കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകനുണ്ട്, ഹണ്ടർ ബൈഡൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ തിങ്സ് ബൈ മെമ്മയർ. ആ പുസ്തകം ഏറ്റവും വലിയ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അദ്ദേഹം. വ്യാപകമായി ഈ എല്ലാ മെറ്റീരിയൽസും, ഡ്രഗ് മെറ്റീരിയൽസ് അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. റീഹാബിൽ ചെന്നപ്പോൾ 95% മെറ്റീരിയൽസ് ടിക്ക് ചെയ്ത് കൊടുത്ത് എല്ലാം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നു. വീട്ടുകാരുടെ സ്നേഹവായ്പിലൂടെ, സ്നേഹത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, മാതാപിതാക്കളുടെ, ഭാര്യയുടെ, മക്കളുടെ എല്ലാം പ്രാർത്ഥനയിലൂടെയാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ട്രംപും ജോ ബൈഡനും തമ്മിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷന് ഡിബേറ്റ് നടന്നപ്പോൾ ട്രംപ് ഒന്ന് കുത്തി നോവിച്ചു, മകനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ബൈഡൻ അഭിമാനത്തോടു കൂടി പറഞ്ഞു, എൻ്റെ മകൻ പ്രാർത്ഥനയിലൂടെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞു, നെവർ എ മൊമെന്റ് ദേ വെർ നോട്ട് ട്രൈങ് ടു സേവ് മീ. എല്ലാ നിമിഷത്തിലും അവരെന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ നിമിഷത്തിലും എന്നെ രക്ഷപ്പെടുത്താൻ. നിങ്ങൾ ബോളിവുഡിലെ സ്റ്റാർ സഞ്ജയ് ദത്ത് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. നല്ല നർഗീസിന്റെയും സുനിൽ ദത്തിന്റെയും മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഇതുപോലെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിൽ അവസാനം അവര് ഇവിടെ കൊണ്ടുപോയി, മിയാമിയിൽ റീഹാബിൽ കൊണ്ടുപോയി. എന്നിട്ടും അവിടെ വെച്ച് ഇദ്ദേഹം ഇത് ആരംഭിച്ചു. അവസാനം നർഗീസ് മരിച്ചു, ക്യാൻസർ ബാധിച്ച് മരിച്ചു. സുനിൽ ദത്ത് നർഗീസിന്റെ മരണക്കിടക്കയിൽ നിന്നും കൊടുത്ത 4-5 വാക്കുകളുമായി അത് റെക്കോർഡ് ചെയ്ത് മിയാമിയിൽ മകനെ കാണാനെത്തി. അമ്മ ജീവിതം വീണ്ടെടുക്കണം എന്ന് മകനോട് പറയുന്ന വികാരനിർഭരമായ വാക്കുകൾ കേട്ട് അയാളുടെ ജീവിതത്തിൽ അമ്മ പറഞ്ഞു, എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു, നീ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു, നീ ജീവിതം വീണ്ടെടുക്കണം എന്ന അമ്മയുടെ ഇമോഷണൽ ആയിട്ടുള്ള വാക്കുകൾ കേട്ടാണ് സഞ്ജയ് ദത്ത് ഡ്രഗ്സിനോട് വിട പറഞ്ഞത്. യു ടേൺ അടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് മികച്ച സിനിമകൾ നമ്മൾ ചെയ്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കേറ്ററിംഗ് കമ്പനിയുടെ ബ്ലൂ ചിപ്പ് കമ്പനികൾ ക്ലയൻ്റ് ആയിട്ടുള്ള റയാൻ ന്യൂമാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ വായിച്ച് നമ്മൾ ഞെട്ടിപ്പോകും. 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഡ്രഗ്സ് ആയിരുന്നു. വീട്ടിലെല്ലാവരും ചേർന്നാണ് പ്രാർത്ഥനയുടെ വഴിയിലൂടെ എത്തിയിട്ടാണ് അതിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. 24 വയസ്സിലാണ് ഈ കേറ്ററിംഗ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേറ്ററിംഗ് കമ്പനിയാണ്. അതിൻ്റെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ എത്രയോ പേർ നമുക്ക് ചുറ്റുപാടുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ പറയുന്നു, ഈ യങ് കോൺഫറൻസ്, യൂത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കണം ഇതിൻ്റെ അംബാസഡർമാർ. ഈ നാടിൻ്റെ യുവത്വത്തെ യു ടേൺ അടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മിഷനാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടി നൽകുന്നത്. എനിക്ക് ഈ യോഗത്തെ, ഈ വേദിയിൽ വന്ന് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിലൂടെ ഞാൻ കരുതുന്നു ഐ ആം ഓൾസോ ഓണേർഡ്. ഞാൻ ബഹുമാനിതനായിരിക്കും. നിങ്ങളോട് ഇത് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ സത്യത്തിൻ്റെ വഴിയിലൂടെ ബഹുമാനപ്പെട്ട തങ്കു ബ്രദർ കുമ്പനാട് കൺവെൻഷനെ കുറിച്ച് ചിലർ വിവാദമാക്കി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ക്രിസ്തു എൻ്റെ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞതിനെ വിവാദമാക്കി. അവരറിയാതെ പോയ ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല അക്രൈസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്തുവിനെ വഴികാട്ടിയായി കണ്ടിട്ടുള്ളത്. മഹാത്മാഗാന്ധി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പുസ്തകം വായിച്ചതാണ്. ആരുടെ പുസ്തകം? സ്റ്റാൻലി ജോൺസിന്റെ പുസ്തകം, ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധി എന്ന് പറയുന്ന പുസ്തകം. സ്റ്റാൻലി ജോൺസ് അറിയാം, വലിയ സുവിശേഷകനായിരുന്നു സ്റ്റാൻലി ജോൺസ്. CF ആൻഡ്രൂസ് വലിയ സുവിശേഷകനായിരുന്നു. സ്റ്റാൻലി ജോൺസും CF ആൻഡ്രൂസുമാണ് ഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഗാന്ധി ഗിരിപ്രസംഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചതായി പറഞ്ഞിട്ടുള്ളത്. ഗിരിപ്രസംഗങ്ങൾ നമ്മൾ പറയില്ലേ, മലമുകളിലെ പ്രസംഗം എന്ന് പറയില്ലേ, അതാണ് ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അദ്ദേഹം നോൺ വയലൻസ് എവിടെന്നാ കിട്ടിയത്? ക്രിസ്തുവിൽ. സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു. അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്. ട്രൂത്ത്, സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ തലകുനിക്കില്ല. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു, നമ്മളെ സ്വാധീനിച്ചു. അതിനെന്തിനാണ് മടിക്കുന്നത്? ലോകത്തെ എത്രയോ വലിയ മനുഷ്യരുടെ, നമ്മളൊക്കെ നിസ്സാരരായ ജീവികളാണ്, സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? അധികാരം ദൈവം കൊടുത്തതാണ്. അധികാരം ഞാൻ കരുതുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നിയോഗങ്ങളാണ്, അസൈൻമെന്റുകളാണ്, ഡിവൈൻ അസൈൻമെന്റുകളാണ്, ദൈവികമായ നിയോഗങ്ങളാണ്. നല്ലത് ചെയ്യാൻ,
നന്മ ചെയ്യാൻ. ജോസഫ് സ്ക്രീവനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾ ഇപ്പോഴും ക്രിസ്തുവിൽ ഫ്രണ്ടിനെ കാണുന്നതാണ്, സുഹൃത്തിനെ കാണുന്നത്. അപ്പൊ ജോസഫ് സ്ക്രീവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്നേഹിതനാണ് ക്രിസ്തു, എൻ്റെ സ്നേഹിതൻ. എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പറയാവുന്ന, എനിക്ക് കലഹിക്കാവുന്ന ഒരാളാണ്. നാടിൻ്റെ മുഴുവൻ സങ്കടങ്ങൾ കാണുന്നവരാണ് ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ. നമ്മുടെ അധ്വാനം, നമ്മുടെ അസൈൻമെന്റ് എന്താണ്? മനുഷ്യൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ, അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ദൈവികമായ നിയോഗമാണ്. അതുപോലെ ഒരു ഡിവൈൻ അസൈൻമെൻ്റായി ഈ യൂട്ടേണിനെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അഭിവന്ദ്യനായ പാസ്റ്റർ വത്സൻ എബ്രഹാം, പാസ്റ്റർ സാം ജോർജ്, വന്ദ്യരായ വേദിയിലുള്ള സദസ്സിലുള്ള പാസ്റ്റർമാരെ, ദൈവമക്കളെ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈ 102ാമത് ജനറൽ കൺവെൻഷനിൽ ഇവിടെ ആകാൻ കഴിഞ്ഞത് ദൈവ നിയോഗമായി ഞാൻ കരുതുകയാണ്. എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു വേദിയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈ ജനറൽ കൺവെൻഷൻ നടക്കുന്ന ഈ വേദി. 3 വർഷം മുമ്പ് ഞാൻ 99ാമത് കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഇതുവരെ വന്നു. ഞാൻ വേദപുസ്തകം സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നെങ്കിലും ആദ്യമായി ദൈവവചനങ്ങൾ പറയാനും വേദപുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഞാൻ ആരംഭിച്ചത് ഈ വേദിയിൽ നിന്നാണ് എന്ന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത ആ ദിവസം. ഞാൻ ഇവിടെ വേദിയിൽ വന്ന് ഈ കസേരയിലിരുന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്ക്ഡ്രോപ്പിൽ എഴുതിയിരിക്കുന്നു 99ാമത് ജനറൽ കൺവെൻഷൻ, അവർ തീം ദൈ യുവർ കിങ്ഡം കം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, നിൻ്റെ രാജ്യം വരേണമേ, അതിനെക്കുറിച്ച് സംസാരിക്കാം. അന്നങ്ങനെ ആദ്യമായി സംസാരിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, എത്ര ദേവാലയങ്ങളിൽ ദൈവവചനങ്ങൾ ഉദ്ധരിക്കാനും വേദപുസ്തകത്തെക്കുറിച്ച് പറയാനും എനിക്ക് അവസരം കിട്ടിയെന്നത് എത്രയാണെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രമാത്രം സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ നിന്നാണ് ഞാൻ ആരംഭിച്ചത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ഇന്നത്തെ തീം ആരാധന, പ്രവൃത്തി, സാക്ഷീകരണം എന്നാണ്. ഞാൻ കരുതുന്നത് വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തോടുള്ള ആരാധനയും നമ്മുടെ സ്വയം സാക്ഷ്യപ്പെടുത്തലും ആകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തിലൂടെ പോകുന്നത്. ഈ 3 വാക്കുകളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, കൃത്യമായി ചെയ്യുന്ന, ഭംഗിയായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോടുള്ള ആരാധന തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമുക്കുള്ള നിയോഗമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയെന്നും നമ്മൾ നിശ്ചയിച്ചാൽ മതി. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ പറയുന്നു, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാ, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകർ എന്നിങ്ങനെ പലവട്ടം പറയുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട്. ഗ്രഹവിചാരകർ എന്നാൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അതായത് നമ്മുടെ ജോലി ദൈവത്തിൻ്റെ കാര്യവിചാരകരാണ്. ദൈവം വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള മിഷനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ തീർക്കാൻ, അവൻ്റെ ദുരിതങ്ങൾ അകറ്റാൻ, അവൻ്റെ കണ്ണീരൊപ്പിയെടുക്കാനാണ് എൻ്റെ ഡിവൈൻ അസൈൻമെൻറ്റ്, എൻ്റെ ദൈവികമായ നിയോഗം. ഞാനത് കൃത്യതയോടുകൂടി ഭംഗിയായി ചെയ്യുമ്പോൾ അപ്പോഴാണ് ആ ദൈവ നിയോഗം പൂർത്തിയാകുന്നത്. ഇവിടെ എൻ്റെ വേദിയിലിരിക്കുന്ന പാസ്റ്റർമാർ ദൈവത്തെക്കുറിച്ചും ദൈവവിശേഷങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാനുള്ള വലിയ മിഷനാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരത് ചെയ്യുന്നു. നമ്മൾ വ്യക്തികളെന്നുള്ള നിലയിൽ, ദൈവദാസരെന്നുള്ള നിലയിൽ നമുക്ക് ഓരോ ദൗത്യവും നമ്മളിൽ ഉണ്ട്. ആ ദൗത്യം എത്ര ഭംഗിയായി നമ്മൾ ചെയ്തു തീർക്കുന്നോ അപ്പോഴാണ്
നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നു എന്ന് പറയാറുള്ളത്. അല്ലാതെ പ്രാർത്ഥനകൾ കൊണ്ടല്ല, കർമ്മം കൊണ്ട്, കർമ്മപദത്തിലെ നമ്മുടെ ദൈവികമായ പ്രവർത്തികൾ കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് ശരിയായിട്ടുള്ള അർത്ഥമാണ്. അത് നമ്മുടെ ബോസ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം, നമ്മുടെ മീതെയുള്ള ആളുകൾ, നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം, ജനങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം, അതെല്ലാം കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുമ്പോൾ അത് ദൈവത്തോടുള്ള ആരാധനയായും മാറും. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായത്തിൽ യജമാനൻ ഇങ്ങനെ പറയുന്നുണ്ട്: നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൻ്റെ വിശ്വസ്തനും ആയിരുന്നു, നിന്നെ ഞാൻ അധികത്തിൻ്റെ കാര്യക്കാരനാക്കും. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. യഥാർത്ഥത്തിൽ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളാണ് അതാണ് സ്വയം സാക്ഷീകരിക്കപ്പെടുന്ന കാര്യമായി നമുക്ക് മാറുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള പാതയിൽ, നമ്മുടെ വഴിയിൽ എല്ലായ്പ്പോഴും അതുണ്ടാകണം. 119-ാമത് സങ്കീർത്തനത്തിൽ പറയുന്നത്: നിന്റെ വചനം എൻ്റെ കാലിൻ്റെ പാതയും എൻ്റെ പാതയുടെ പ്രകാശമാകുന്നു. നിന്റെ നീതിയോടെയുള്ള വിധികൾ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, ഞാനത് നിവർത്തിക്കുമെന്നതാണ്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ കാലിൻ്റെ ദീപവുമാണ്, നമ്മുടെ പാതയിലുള്ള പ്രകാശമാണ്, വെളിച്ചമാണ്, അന്ധകാരത്തിലേക്കുള്ള വെളിച്ചമാണ്, നല്ലത് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ ദിവസത്തെയും പ്രാർത്ഥന ശലോമോൻ്റെ പ്രാർത്ഥനയാണ്. നിന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥന വേണം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഒരുപാട് സാധാരണക്കാരെ, പാവങ്ങളെ ചേർത്ത് നിർത്താൻ, ഒരുപാട് സങ്കടങ്ങളെ മാറ്റാൻ, ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ, ദൈവത്തിൻ്റെ നിയോഗം പൂർണ്ണതയോടുകൂടി പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ പിൻബലമായി ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ മൂന്നാമതും എത്തിച്ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു ശ്രീമാൻ VD സതീഷ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അഭിവന്ദ്യരായ പാസ്റ്റേഴ്സ് ഡോക്ടർ KC ജോൺ, ഡോക്ടർ R എബ്രഹാം, വേദിയിലുള്ള സദസ്സിലുമുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഈ മനോഹരമായ സായം സന്ധ്യയിൽ പ്രത്യാശോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നു. ഇത് പ്രത്യാശയുടെ ഉത്സവമാണ്, സെലിബ്രിറ്റി ഓഫ് ഹോപ്പ്. നമ്മുടെ ജീവിതം നിരവധി സംഘർഷങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞതാണ്. അതിനെയെല്ലാം മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ വേണ്ടതാണ് പ്രത്യാശ. ആ ഹോപ്പാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എവിടെ നിന്നാണ് ആ പ്രത്യാശ ഉണ്ടാകുന്നത്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അചഞ്ചലമായ ദൈവവിശ്വാസമാണ് ആ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ എല്ലാ ദിവസവും പത്രവും TV-യും എല്ലാം കാണുമ്പോൾ കാണുന്ന വാർത്തകൾ, വീട് വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി സ്വർണവും പണവും മോഷ്ടിക്കുന്നു, കുറുവാ സംഘം പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നു. വാതിലാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഓർക്കും ദുർബലമായ വാതിലാണ്. മോഷ്ടാക്കൾക്കും കവർച്ചക്കാർക്കും കടന്ന് നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് വരാൻ ഉള്ളത് ദുർബലമായ വാതിലുകളാണ്. ആ ദുർബലമായ വാതിലുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, 3 പ്രധാനപ്പെട്ട സുവിശേഷങ്ങൾ പറയാത്തൊരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. അത് താൻ ആരാണെന്നും എന്താണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും യേശു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറയുന്ന 7 പ്രഖ്യാപനങ്ങളാണ്. 1, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. 3,
ഞാൻ വാതിലാകുന്നു. 4, ഞാൻ നല്ല ഇടയനാകുന്നു. 5, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. 7, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് അതിൻ്റെ തോട്ടക്കാരനുമാകുന്നു. അതിലെ 3-ാമത്തെ വാക്കാണ് പ്രധാനം. ഞാൻ വാതിലാകുന്നു. നമ്മുടെ വാതിലിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു രക്ഷകൻ. ആ രക്ഷകനെ കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇതുവരെ വന്നിട്ടുള്ളത് കവർച്ചക്കാരും മോഷ്ടാക്കളും മാത്രമാണ്. ഞാൻ വാതിലാകുന്നു. ഈ വാതിലിലൂടെ അകത്ത് കയറുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്നവർ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. നിന്റെ രക്ഷകനായി ഉരുക്കുവാതിൽ പോലെ നിന്റെ രക്ഷകനായി ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ്. അമേരിക്കയിൽ അടിമത്വം അവസാനിപ്പിച്ച പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. സംഘർഷം നിറഞ്ഞ നാളുകളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ. സിവിൽ വാർ, ആഭ്യന്തര കലഹം, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് എതിർപ്പുകൾ. അതിനെയെല്ലാം മറികടന്നത് അദ്ദേഹം തൻ്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ ഞാൻ വാതിലിലേക്ക് നോക്കും. അപ്പോൾ വാതിൽ തുറന്ന് എൻ്റെ രക്ഷകൻ കടന്നു വരുന്നതായി എനിക്ക് അനുഭവപ്പെടും. വാതിൽക്കൽ രക്ഷകനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, അഗസ്റ്റസ് ലാപ്പാഡി എന്ന് പറയുന്നൊരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുമ്പോൾ വലിയ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക, മേൽക്കൂരകൾ പറന്നു പോകുന്നു, വൃക്ഷങ്ങൾ തകർന്നു വീഴുന്നു, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. അപകടത്തിൽപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം വഴിയരികിൽ കണ്ട ഒരു പാറയോട് ചേർന്ന് നിന്നു. പാറയിൽ വന്ന് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. പാറയ്ക്കൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ക്രൈസ്തവ ഗാനമുണ്ട്, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് മീ, ലെറ്റ് മീ ഹൈഡ് ഇൻ മൈസെൽഫ് ഇൻ ടീ. നിങ്ങൾക്കറിയാം, മലയാളത്തിലുണ്ട്, പിളരുമോ പാറയിൽ മറയട്ടെ ഞാൻ, ഇല്ലേ? വിശ്വാസമാണ്. നിന്റെ ചങ്കിലുള്ള രക്തജലം പാപത്തെ മാറ്റി സുഖത്തെ നൽകട്ടെ എന്നാണ്. അപ്പൊ ഏത് കൊടുങ്കാറ്റിലും ഏത് കാറിലും കോളിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയുമാണ്. അതാണ് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ക്രിസ്തു സ്വാധീനിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ റവറൻഡ് മാർട്ടിൻ ലൂതർ കിങ് ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആളാണ്. ഈ 2000 വർഷക്കാലം ഈ ലോകത്ത് ക്രിസ്തു സ്വാധീനിക്കാത്ത ഏത് പ്രത്യയശാസ്ത്രമാണ് ഉണ്ടായിരിക്കുന്നത്? വെറുപ്പിനെയും വിദ്വേഷത്തിനെയും ദൂരെ കളയാനുള്ള സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ ആളാണ് ക്രിസ്തു. അതാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രത്യാശ. അതാണ് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വാതിൽക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രക്ഷകൻ നമുക്കായി ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 1/4 നൂറ്റാണ്ട് കാലം മുമ്പ് നടന്ന ഒരു കൂടിച്ചേരൽ, അത് 25 വർഷത്തിന് ശേഷം വീണ്ടും ആ സാഹചര്യം ഈ നാഗമ്പടം സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയംഗവുമായി അഭിനന്ദിച്ചുകൊണ്ട് ഏത് കാറിലും കോളിലും ഏത് കൊടുങ്കാറ്റിലും ഉലയാത്തവരായി മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് മീതെ അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച സാറിനോടുള്ള നന്ദി നമുക്ക് രേഖപ്പെടുത്താം.
പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ പുറത്തുമല്ല ബസ്സിൻ്റെ അകത്തുമല്ലാതെ ബസ്സിൻ്റെ ഫുട്ബോർഡിൽ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടെങ്കിൽ അവരോട് കാണിക്കുന്നത് അനീതിയാണ്. ആ അനീതി അവസാനിപ്പിക്കണം എന്ന് ചോദ്യം ചെയ്യാൻ കൂടി നമുക്ക് കഴിയണം. പക്ഷേ സംഘടിതമായ ഈ ശക്തിയൊന്നും ഉപയോഗിച്ച് ഒരു വിലപേശലിനും പോകാത്തവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനേക്കാൾ ചെറിയ ചില സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ, ഇതിനേക്കാൾ ഇതിനോട് നിങ്ങളുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത നമ്മുടെ നാട്ടിലെ ചില സംവിധാനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വിലപേശൽ നടത്തി അവരുടെ അർഹതയുള്ളതും അനർഹവുമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നീതി നിഷേധിക്കപ്പെട്ടത് തുടരാൻ പാടില്ല. ആ നീതി പൂർണ്ണമായി ഉണ്ടാകണം, ആ നീതി തിരിച്ചു കിട്ടണം എന്നതുകൂടി ഈ സുവർണ ജൂബിലി സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനമായി മാറണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നമുക്ക് നിരന്തരമായ സത്യം തേടിയുള്ള അന്വേഷണം കൂടിയാണ് ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസം നമുക്ക് പകരുന്ന കരുത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നാട്ടിൽ തീർച്ചയായും സംഘർഷ നിർഭരമായ ഒരു കാലഘട്ടത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാൻ, ആ പ്രതിസന്ധികളുടെ മുന്നിൽ, ആ പ്രശ്നങ്ങളുടെ മുന്നിൽ പിന്തിരിഞ്ഞോടാതെ തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ അവന് കരുത്തു പകരുന്നത് ആ അചഞ്ചലമായ ദൈവവിശ്വാസമാണ്. ആ ദൈവവിശ്വാസം സാധാരണക്കാരായ മനുഷ്യരിൽ എത്തിച്ച് അവരെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറെടുപ്പിക്കുകയാണ് ദൈവസഭ ചെയ്യുന്നത് എന്ന് ഈ സമ്മേളനത്തിൽ പ്രത്യേകമായി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ പിന്തിരിഞ്ഞോടാം, നമുക്ക് വേണമെങ്കിൽ തളർന്നു വീഴാം, നമുക്ക് വേണമെങ്കിൽ മാറി നടക്കാം. അത് സ്വാർത്ഥതയാണ്. നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന എത്രയോ ആളുകൾ നിൽക്കുന്നു. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്. നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർ, നമ്മളെ മാത്രം കരുത്തായി കരുതുന്നവർ, നമ്മളെ ചാരി നിൽക്കുന്നവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്, ഒരുപാട് പേർ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. സ്വാർത്ഥത വെടിഞ്ഞ് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ നേരിട്ട് മറുകര കടക്കണം എങ്കിൽ ആ ദൈവവിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടാകണം. അതായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ കരുത്തായി മാറേണ്ടത്. ആ വിശ്വാസമാണ്, ആ വിശ്വാസ സമൂഹത്തെയാണ് ദൈവസഭ സൃഷ്ടിക്കുന്നത് എന്നുകൂടി പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ആ സത്യം തേടിയുള്ള നിരന്തരമായ അന്വേഷണം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം, ആ കൂട്ടായ്മ, അതാണ് ഏറ്റവും വലിയ കരുത്ത്. നമ്മൾ ഒറ്റയ്ക്കല്ല. ഒരു സഭയുടെ പ്രവർത്തകരായി, സഭയിലെ അംഗങ്ങളായി, ദൈവവിശ്വാസികളായി വലിയൊരു ടീമായി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കരുത്ത് ഒറ്റയ്ക്കല്ല എന്നുള്ള. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അരക്ഷിതത്വമാണ്, ഇൻസെക്യൂരിറ്റിയാണ്. പല കാരണങ്ങൾ കൊണ്ടും, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും, സമൂഹത്തിലെ ഒറ്റപ്പെടലുകൾ കൊണ്ടും, ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ടും മനുഷ്യൻ നേരിടുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ അരക്ഷിതത്വ ബോധം വ്യക്തികൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്, ചില സമുദായങ്ങൾക്കുണ്ട്. ആ അരക്ഷിതത്വ ബോധത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് പ്രതീക്ഷകൾ അവൻ്റെ മനസ്സിൽ നൽകി ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവനെ നടത്തുന്നത്, അവനെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്, ആ പോകുന്ന വഴിയിൽ വെളിച്ചം വിതറുന്നത്, അന്ധകാരമയമായ നമ്മുടെ ചുറ്റും വെളിച്ചത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ആ വെളിച്ചം പ്രസരിപ്പിക്കപ്പെടുമ്പോൾ അതെല്ലാം ചെയ്യുക എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി മാറുന്നു.